ഐ ആം ഹാപ്പി ടു ബി ഹിയർ. ഐ ആം ഹാപ്പി ടു ഹാവ് ബീൻ ഹിയർ. ഇങ്ങനെ 2 സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത് കാണുന്നില്ലേ? ഈ 2 സെൻറ്റൻസുകളും തമ്മിൽ എന്താണ് വ്യത്യാസം? ഈ 2 സെൻറ്റൻസുകളും തമ്മിൽ മീനിങ്ങിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അതെന്താണ് എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. 2 സെൻറ്റൻസുകളും കറക്റ്റ് തന്നെയാണ്, പക്ഷേ എന്താണ് അതിൻ്റെ വ്യത്യാസം? ഐ ആം ഹാപ്പി ടു ബി ഹിയർ എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കുന്നതിൽ ഞാൻ സന്തോഷവാനാണ്, അതല്ലെങ്കിൽ ഞാൻ സന്തോഷവതിയാണ്, ഞാൻ ഹാപ്പിയാണ് എന്നാണ് അതിനർത്ഥം. ഐ ആം ഹാപ്പി ടു ഹാവ് ബീൻ ഹിയർ എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഐ ആം ഹാപ്പി ടു ബി ഹിയർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിലെ കാര്യം മാത്രമാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നതിൽ ഞാൻ സന്തോഷവാനാണ്. ഇവിടെ ഈ ഒരു ടൈം ലൈൻ ശ്രദ്ധിച്ചാൽ ഇത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പ്രസൻറ്റ്, ഫ്യൂച്ചർ, അതുപോലെ തന്നെ പാസ്റ്റ് ടൈം കാണിച്ചിട്ടുണ്ട്. ഇവിടെ പ്രസൻറ്റ് മൊമെൻറ്റ് കാണിച്ചിരിക്കുന്നു. അവിടെയാണ് ഐ ആം ഹാപ്പി ടു ബി ഹിയർ എന്ന് പറയുന്നു. ആ ഒരു പോയിൻ്റ് മാത്രമാണ് നമ്മൾ പറയുമ്പോൾ മീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് ടൈം ലൈൻ ഒന്ന് ശ്രദ്ധിക്കൂ. അവിടെ ഐ ആം ഹാപ്പി ടു ഹാവ് ബീൻ ഹിയർ എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കുന്നത്, അപ്പോൾ ഇവിടെ കുറച്ച് നാളായിട്ട് അവിടെ ഉണ്ട്, അപ്പോൾ അതിൽ ഞാൻ ഹാപ്പിയാണ് എന്നാണ്. അപ്പോൾ ആ 2 ടൈം ലൈൻ ശ്രദ്ധിച്ചപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഐ ആം ഹാപ്പി ടു ബി ഹിയർ എന്ന് പറയുമ്പോൾ ടു ബി എന്നത് ഒരു സിമ്പിൾ ഇൻഫിനിറ്റീവ് ആണ്. അത് പ്രസൻറ്റ് ടൈമിനെയാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം ഐ ആം ഹാപ്പി ടു ഹാവ് ബീൻ എന്ന് പറയുമ്പോൾ അതിനെ പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ് എന്നാണ് പറയുന്നത്. അത് അവിടെ ഒരു ഡ്യൂറേഷൻ കാണിക്കുന്നുണ്ട്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കൂ. ഐ ആം വെരി എക്സൈറ്റഡ് ടു ബി ഇൻ ഗോവ എഗെയിൻ. നോക്കൂ, ഇവിടെ ടു ബി ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഗോവയിലാണ്, അതിൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ ആ ഒരു ടൈം, ആ പ്രസൻറ്റ് മൊമെൻറ്റ് മാത്രമാണ് അവിടെ പറയുന്നത്. ഐ ആം എക്സൈറ്റഡ് ടു ബി ഇൻ ഗോവ എഗെയിൻ. ഈ ഒരു ടൈം ലൈൻ ശ്രദ്ധിക്കൂ. ഐ ആം വെരി എക്സൈറ്റഡ് ടു ഹാവ് ബീൻ ഇൻ ഗോവ ഡ്യൂറിങ് സമ്മർ വെക്കേഷൻ എഗെയിൻ. ഇവിടെ ശ്രദ്ധിക്കൂ, ടു ഹാവ് ബീൻ. ഇപ്പോൾ സമ്മർ വെക്കേഷനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ സമ്മർ വെക്കേഷൻ തുടങ്ങിയ ആ ഒരു സമയത്ത് തന്നെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും സമ്മർ വെക്കേഷനാണ്. അപ്പോൾ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നു. ഐ ആം വെരി എക്സൈറ്റഡ് ടു ഹാവ് ബീൻ ഇൻ ഗോവ ഡ്യൂറിങ് സമ്മർ വെക്കേഷൻ എഗെയിൻ. അപ്പോൾ സമ്മർ വെക്കേഷനിൽ തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ വന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം ഉണ്ട്. അവിടെയാണ് ടു ഹാവ് ബീൻ ഉപയോഗിക്കുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ. ഹീ ഈസ് ഹാപ്പി ടു ബി ഹിയർ വിത്ത് മീ. ഹീ ഈസ് ഹാപ്പി ടു ബി ഹിയർ വിത്ത് മീ. എൻ്റെ കൂടെ ആയിരിക്കുന്നതിൽ അവൻ സന്തോഷത്തിലാണ്. അത് ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്, ഈ പ്രസൻറ്റ് മൊമെൻറ്റിലെ കാര്യമാണ് പറയുന്നത്. ഇനി വേറൊരു സെൻറ്റൻസ്. ഹീ ഈസ് ഹാപ്പി ടു ഹാവ് ബീൻ വിത്ത് മീ ഡ്യൂറിങ് IPL. ഇവിടെ ഒരു ഡ്യൂറേഷൻ ഉണ്ട്. IPL സമയത്ത്, IPL തുടങ്ങുന്ന സമയത്ത് തന്നെ വന്നു. അവൻ എൻ്റെ കൂടെ ഉണ്ട്, അന്നു മുതൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവിടെ പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കേണ്ടത്. ടു ഹാവ് ബീൻ എന്ന് ഉപയോഗിക്കുമ്പോൾ ആ ഡ്യൂറേഷനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഐ വാസ് ഹാപ്പി ടു ബി ഇൻ മൈ വില്ലേജ്. ഐ വാസ് ഹാപ്പി ടു ഹാവ് ബീൻ ഇൻ മൈ വില്ലേജ്. നോക്കൂ, ഇവിടെ ഐ വാസ് ഹാപ്പി എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് ടെൻസിലെ ഒരു കാര്യമാണ് പറയുന്നത്. പക്ഷേ ആ ഒരു പാസ്റ്റിലെ ആ ഒരു മൊമെൻറ്റിനെ പറ്റി, ആ ഒരു പാസ്റ്റിലെ ആ ഒരു ടൈമിനെ പറ്റി മാത്രമാണ് പറയുന്നത്. ഐ വാസ് ഹാപ്പി ടു ബി ഇൻ മൈ വില്ലേജ്. ഞാൻ സന്തോഷത്തിലായിരുന്നു, ആ ഒരു സമയത്തെയാണ് പറയുന്നത് അവിടെ. അതേസമയം ഐ വാസ് ഹാപ്പി ടു ഹാവ് ബീൻ ഇൻ മൈ വില്ലേജ് ഡ്യൂറിങ് ദി എലക്ഷൻ. ഡ്യൂറിങ് ദി എലക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡ്യൂറേഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് ഗ്രാമത്തിലായിരുന്നു ഞാൻ എലക്ഷൻ്റെ സമയത്ത്, ഡ്യൂറിങ് ദി എലക്ഷൻ. അപ്പോൾ അതിൽ ഞാൻ ഹാപ്പി ആയിരുന്നു. ഐ വാസ് ഹാപ്പി. അപ്പോൾ അവിടെ നമ്മൾ ടു ഹാവ് ബീൻ ഉപയോഗിച്ചു. അപ്പോൾ ഈ 2 സെൻറ്റൻസും ടു ബി ഉപയോഗിക്കുമ്പോഴും ടു ഹാവ് ബീൻ ഉപയോഗിക്കുമ്പോഴും മീനിങ്ങിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ 2 സെൻറ്റൻസും ടു ബി ഉപയോഗിക്കുമ്പോഴും ടു ഹാവ് ബീൻ ഉപയോഗിക്കുമ്പോഴും മീനിങ്ങിൽ ചെറിയ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കുക.